എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷം നേരത്തെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉച്ചയൊക്കെ ആകുമ്പോഴായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന അരുന്ധതി മഹാദേവന്റെ ഫോട്ടോയ്ക്ക് മുന്നേ പോയിരുന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. എന്നാലും ഒരു നിമിഷം ചെയ്ത തെറ്റിന്റെ പേരിൽ ഇപ്പോഴും ഞാൻ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. മഹാദേവൻ ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനസൂയ അങ്ങോട്ട് കടന്നു വരുന്നേ. അനസൂയ നോക്കിയപ്പം അടുത്ത് ഇങ്ങനെ കരയുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ എടുത്തി? അതൊക്കെ വിട്ടേക്കാൻ പറയണം. നിനക്കത് പറയാനു, പക്ഷെ എൻ്റെ മനസ്സിന്റെ വേദന അതല്ല. അവൾ ഒറ്റ എഴുത്തി ഇതിനെല്ലാം കാരണം എന്ന് പറയാ. പെട്ടെന്ന് അനസൂയ ചോദിച്ചു, അല്ല സുജാതനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനകത്തൊരു കാര്യമുണ്ടല്ലോ. ഇതിനകത്ത് മഹാദേവേട്ടനും പങ്കില്ലേ? മഹാദേവേട്ടനും കൂടെ ചെയ്ത് ചതിയല്ലേ ഇത്? അപ്പൊ എന്തിനാ ഒരാളെ മാത്രം കുറ്റം പറയണേ? ഓ, നീ പണ്ടും അങ്ങനെയാണല്ലോ. നിനക്ക് പണ്ടും അവളോടാണല്ലോ കൂറ് കൂടാല്. അത് അങ്ങനെയല്ല. തെറ്റ് അവിടെ കണ്ടാൽ ഞാൻ തെറ്റാൻ ചൂണ്ടിക്കാണിക്കും. ഇവിടെ സുജാത മാത്രമല്ല തെറ്റുകാരി, ഏട്ടത്തിന്റെ ഭർത്താവും കൂടെ അതിനകത്ത് തെറ്റുകാരനായിട്ട് വന്നിരിക്കണേ. പിന്നെ ഒരാളെ മാത്രം ഇനിയിപ്പോ പുണ്യാളനായിട്ട് വാഴിക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയാം. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവറ്റുകൾ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അതെങ്ങനെ പറയാൻ സാധിക്കും ചേച്ചിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണോ? അവർക്ക് അവകാശപ്പെട്ട് അവർക്ക് കൊടുക്കണ്ടെന്ന് ചോദിക്കാം. പിന്നെ അവകാശപ്പെട്ട് കൊടുത്തു, ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണ് കാര്യം ചെയ്യും. കൊടുക്കാൻ ഞാൻ ആ മുറ്റത്ത് ചൂടിരിപ്പുണ്ട്, ചാണകവെള്ളം തളിച്ച് ഞാൻ മുറ്റത്ത് ഇരിക്കുന്ന ചൂട് വെച്ച് അവളുടെ കർണത്തടിക്കും എന്ന് പറയാം. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് എടുത്തി ഒരു കാര്യം ഓർക്കണം. അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലത്. ഇവിടുത്തെ ചോര തന്നെയാ ഈ ഇന്ദീവരത്തിലെ. ഇപ്പൊ പ്രിയമോളെ പോലെ തന്നെയാ ഗാഥ. ഓ, അപ്പൊ നീ പ്രിയമോളെയും ഗാഥേനെ ഒരു ത്രാസ് തന്നെ തൂക്കുന്നില്ലേ? രണ്ടുപേർക്കും ഒരേ ഇതാ കൊടുത്തേക്കണല്ലേന്ന് ചോദിക്കേ. അങ്ങനെയല്ല, പ്രിയമോൾക്ക് ഒരു ഇച്ചിരിയുടെ സ്നേഹം കൂടുതലുണ്ട്, കാരണം ചേച്ചിയുടെ മോളായതുകൊണ്ട്. പക്ഷെ ഗാഥനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഗാഥ ഈ കുടുംബത്തിലെ കുട്ടിയല്ലേ. ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞാലും ശരിയാനു, ഞാന് അവരുമായിട്ട് ഒത്തുപോകത്തില്ല. അവർ ഈ കുടുംബത്തിൽ ഒരു നിമിഷം പോലും ഞാൻ വാഴിക്കില്ല എന്ന് പറയാം. അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചേച്ചി ഒന്ന് ആലോചിച്ചോണം. പ്രിയമോൾക്ക് ഇങ്ങനെയൊക്കെ ആപത്തുകളൊക്കെ വരാൻ കാരണം എന്താണെന്നറിയാവോ? ഒരു പക്ഷെ ഇവരുടെ കണ്ണീരിന്റെ ബലം കൂടെ ആയിരിക്കും. ഇവർ ഇത്രയും കാലം അച്ഛനില്ലാതെ സുജാത എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പ്രിയമോൾക്കും അങ്ങനെ ഒരു ജീവിതം ആദ്യം കിട്ടിയത്. ഇപ്പോഴല്ലേ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞേ. ചേച്ചി അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? അല്ലെങ്കിൽ തന്നെ ചേച്ചി എപ്പോഴും ചേച്ചിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയാം. നീ അങ്ങനെ പറയരുത് അനസൂയെ. നീ ഒരു കാര്യം വിചാരിക്കണം. ഇത്രയും കാലം എല്ലാം മറന്ന് ഞാൻ ജീവിച്ചില്ലേ? ഞാൻ എൻ്റെ മഹാദേവനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അതാണ് ചേച്ചിക്ക് പറ്റിയ തെറ്റ്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുജാത ഇത്രയും കാലം ഒറ്റയ്ക്ക് ആ മോളെ വളർത്തിക്കൊണ്ട് വന്നില്ലേ? ഞാൻ നോക്കിയിട്ട് അവള് നല്ല സ്ത്രീയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത്രയും കാലം കല്യാണം കഴിക്കാതെ ആ കുഞ്ഞിന് വേണ്ടി തന്നെ ജീവിച്ച് മുന്നോട്ട് പോയതാ. അങ്ങനെ ഒരു മോശ സ്ത്രീ ആണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയല്ല ചെയ്യുന്നേ. പിന്നെ ചേച്ചിക്ക് പാടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ മഹാദേവേട്ടൻ സുജാതയുടെ കാര്യങ്ങളൊന്നും നോക്കിയില്ലെന്ന് ചേച്ചിക്ക് പറയാനും പറ്റില്ല. പെട്ടെന്ന് അരുത് പറഞ്ഞു, നീ എന്താ അങ്ങനെ പറഞ്ഞേ? എൻ്റെ മഹേട്ടൻ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, പക്ഷെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും കാലമായിട്ടും അവളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനസൂയ പറഞ്ഞു, അത് ചേച്ചിക്ക് തെറ്റി. കാരണം അവരെ സുജാതേനെ മോളെ ഏൽപ്പിച്ച ആരുടെ കൈകളിലാണെന്നറിയാവോ? മഹിയുടെ കൈകളിലാണ് ഏൽപ്പിച്ചേ. മഹി അവരെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു മഹാദേവേട്ടന്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഒരു പോർല പോലും വെക്കാൻ നോക്കിയില്ലേ. അപ്പൊ ആ കൈകൾ സുരക്ഷിതമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ എങ്കിൽ ചേച്ചിക്ക് ചങ്കത്തോട്ട് പറയാൻ പറ്റുമോ? മരിക്കണ സമയത്തും മഹാദേവേട്ടൻ സ്വസ്ഥതയോടെ മരിച്ചെന്നുള്ള കാര്യം, മകളെ അവരുടെ ഭാര്യയെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം ആകെപ്പാടി ഒരു ഞെട്ടലുണ്ടായി അരുന്ധതിയില്. കാരണം അരുന്ധതി അത്രയും അങ്ങ് പ്രതീക്ഷിച്ച കാര്യമല്ല. അതിന് നീ എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞ സത്യ ചേച്ചി, അല്ല ഞാൻ പറഞ്ഞ സത്യമല്ലെന്ന് ചേച്ചിക്ക് ചിലപ്പോൾ ഇപ്പൊ എന്നോട് വാദിക്കാൻ പറ്റിയേക്കും. പക്ഷെ സത്യമായിട്ടുള്ള കാര്യം അതാ. എന്തൊക്കെ പറഞ്ഞാലും മഹാദേവേട്ടന്റെ മനസ്സിൽ സുജാതയും ഗാഥയും ഉണ്ടായിരുന്നു. സ്വന്തം മകളല്ലേ ഇത്രയും നാളും കാണാതിരുന്നേന്ന് പറഞ്ഞാൽ, അല്ല അത്രയും ജീവിച്ചിരുന്നത്രയും കാലം കാണാതിരുന്ന ഒരു പക്ഷെ ഏട്ടത്തിലുള്ള സ്നേഹക്കൂടലുകൊണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്കൊരു യാഥാർത്ഥ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളല്ലാതാവുന്നില്ല എന്ന് പറയാം. ധേനു, നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഇനി ഒന്നും പറയണില്ല. ഞാൻ പറയാനുള്ളതെല്ലാം നിർത്തി. ഇനി ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച് ചെയ്തോ. ഞാൻ അങ്ങോട്ട് പോകുകയെന്നും പറഞ്ഞുകൊണ്ട് അനസൂയ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തപ്പം ഗാഥയും സുജാതയും കൂടെ റെഡിയായിട്ട് വരുവാണ്.
അങ്ങനെ റെഡിയായിട്ട് വന്നപ്പോൾ അരുന്ധതി എല്ലാവരും ഹാളിലുണ്ട്. അനസൂയ മാത്രമില്ല അവിടെ. അപ്പം അരുന്ധതിയുടെ മുന്നിൽ ചെന്നിട്ട് സുജാത പറഞ്ഞു, ഞാൻ ചെയ്തു പോയ തെറ്റിനെല്ലാം ഞാൻ ക്ഷമ വയ്ക്കുക. ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് ഓർത്തല്ല. 24 വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. പക്ഷേങ്കിൽ ഒരിക്കലും കൺമുന്നിൽ വരില്ലെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വരവ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ കൺമുന്നിലേക്ക് വരത്തില്ല എന്ന് പറയാം. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോകുക എന്ന് പറയാം. ഇതൊക്കെ കേട്ടിട്ട് അരുന്ധതി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. അരുന്ധതി ഒന്നും പറയണ പോലുമില്ല. ഈ സമയത്ത് ഗൗതം പറഞ്ഞു, അല്ല സുജാതാൻ്റെ അങ്ങോട്ടാ പോണേ? അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്ന് പറയാം. ഗൗതം, നീ എന്താ പറയണമെന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ദേഷ്യപ്പെടുകയാണ്. അതെ വല്യമ്മ, അങ്ങനെ ഇവരെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത് ഇവിടുത്തെ ചോര തന്നെയാ. ഇന്ത്യവരത്തിലെ എന്നെപ്പോലെ പ്രിയേച്ചിനെ പോലെ അതുപോലെ തന്നെ ഇന്ത്യവരത്തിലെ ഒരു ചോരയാണ് ഈ ഗാഥൻ. ഗാഥനെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ ഇവിടുത്തെ ഒരു ചോരേനെന്ന് ചോദിക്കുക. അല്ല നീ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് ഗൗതം പറയാം. കാരണം ഇത്രയും കാലം എൻ്റെ അച്ഛൻ്റെ മോളായിട്ടാ ഗാഥ വളർന്നു വന്നിരുന്നേ. ഇനിയും അതുപോലെ തന്നെ ഒരു ലേബലില് അവള് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലാന്ന് പറയാം. പെട്ടെന്ന് ഗാഥയുടെ കണ്ണിൽ രണ്ടും നിറഞ്ഞു. ഗാഥ ഒന്നും മിണ്ടിയില്ല. ഗാഥ എന്ത് ചെയ്യുക, നേരെ മഹേശന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മഹേശന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോകുക അച്ഛാന്ന് പറയാണ്. ഇത് കേട്ട മഹേശൻ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. മോളേന്ന് പറഞ്ഞുകൊണ്ട് ഗാഥനെ കെട്ടിപ്പിടിക്കുക. എനിക്ക് ഒരവകാശം കൂടി അച്ഛൻ തരണം. കാരണം എനിക്ക് ഞാൻ ഇത്രയും കാലം അച്ഛാന്ന് വിളിച്ചത് അച്ഛനെ തന്നെയാ. അങ്ങനെ വിളിക്കില്ലേന്ന് മാത്രം എന്നോട് പറയരുത്. സത്യം വേറെ ആണെങ്കിലും പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ ഇപ്പോഴും ഞാൻ അച്ഛനായി കാണുന്ന ഇപ്പോഴും ഞാൻ അച്ഛനെ തന്നെയാ. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാലേ വീഴാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് മഹേശ്വരൻ ഗാഥനെ ചേർത്ത് പിടിച്ചു. മോളെ, നീ ആരൊക്കെ ഈ ലോകം എതിർത്ത് പറഞ്ഞാൽ പോലും എനിക്ക് നീ എൻ്റെ മോളെ പോലെ തന്നെയാ. ഇപ്പോഴും അതെ, എന്നും അതെ, ഇനി വരും ദിവസങ്ങളിലും അതെ. അത് ഞാൻ മരിക്കുന്നോളം വരെ അതേന്നും പറഞ്ഞ് ഗാഥനെ ചേർത്ത് പിടിക്കുക. ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി. ഈ സമയത്ത് ഗൗതം വന്നിട്ട് പറഞ്ഞു, അല്ല എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഇറക്കി വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഞാൻ എപ്പോഴും വെല്ലുമ്മയുടെ സൈഡ് തന്നെ. വെല്ലുമ്മ ചെയ്തതിൽ എന്താ തെറ്റിരിക്കണേ? ഇവരെ ഇറക്കി വിടുക തന്നെ ചെയ്യേണ്ടത്, അല്ലാതെ ഒരു അവകാശം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. പെട്ടെന്ന് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, പിങ്കിനെ അങ്ങനത്തെ വർത്താനം പറയരുത്. ഇവര് ഈ കുടുംബത്തിൽ തന്നെയല്ലേ, ഈ ദിവരത്തിന്റെ ചോര തന്നെയല്ലേ, പിന്നെ എന്തിന്റെ പേരിൽ ഇറക്കി വിടുന്നേ? അങ്ങനെ ചുമ്മാ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. പിങ്കി പെട്ടെന്ന് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, ലക്ഷ്മിയമ്മ ഒരു കാര്യം വിചാരിക്കണം. മഹേശ്വരൻ വലിയച്ഛൻ തെറ്റുകാരനല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ ലക്ഷ്മിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഇതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ? അത് ഓർമ്മയില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് പിങ്കി നീ പറയണ്ട. പെട്ടെന്ന് ഒരു കാര്യം അറിഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു അമ്മ. പക്ഷെ 24 വർഷം മുമ്പ് തേഞ്ഞു മാഞ്ഞു പോയ ഒരു കാര്യമാണിത്. പക്ഷെ അതും തമ്മിൽ കമ്പയർ ചെയ്യില്ലെന്ന് പറയണം. ഈ സമയം ഗൗതം പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇവരെ വെറുതെ അങ്ങനെ ഇറക്കി വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കതിന് താല്പര്യമില്ല. എനിക്കുള്ള ഷെയർ ഇവിടെ എന്താണോ ആ ഷെയർ ഞാൻ ഗാഥയ്ക്ക് കൊടുക്കുക. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് നോക്കുവാണ്. ആരും ഇനിയിപ്പം എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. കാരണം എന്താണെന്നറിയാവോ? എനിക്ക് ഇതിനകത്ത് അഭിപ്രായം ചോദിക്കേണ്ട ഒരേ ഒരാളുടെ മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാര്യ നന്ദയോട്. നന്ദയ്ക്ക് സമ്മതമാണ്, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. നന്ദ പറഞ്ഞു, എനിക്കെന്താ സമ്മതക്കുറവ്? എനിക്ക് ഒരു കുഴപ്പമില്ല. ഗൗതം സാർ ധൈര്യമായിട്ട് കൊടുത്തു. ഗൗതം സാറിന് ഷെയർ കൊടുത്തു. ഏലപ്പാറയിൽ ഒരു കൊച്ചു വീടും ഇച്ചിരി സ്ഥലമുണ്ട്, നമുക്കത് മതി. നമുക്ക് അവിടെയാണെങ്കിലും പോയി ജീവിക്കാം. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. നന്ദയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പിങ്കിയൊക്കെ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പിങ്കി ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, അത് ശരിയല്ലോ ഗൗതം എന്ന് പറയണ. അതെന്താ പ്രിയേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, ജന്മം കൊണ്ട് 2 അമ്മയുടെ മക്കളാണെങ്കിലും പക്ഷെങ്കിലും ഞങ്ങൾ ഒരച്ഛൻ്റെ മക്കൾ തന്നെയാണ് ഞാനും ഗാഥയും. അപ്പൊ പിന്നെ എങ്ങനെ അവളെ വെറുതെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമല്ലോ? ഈ ഇന്ത്യപരത്തിൽ അവൾക്ക് അവകാശമുണ്ട്. എനിക്ക് എങ്ങനെ അവകാശമുണ്ടോ അതുപോലെ തന്നെ അവൾക്കും അവകാശമുണ്ട്. അപ്പം എനിക്കുള്ള പോലെ തന്നെ അവൾക്കും കിട്ടണം എന്നാണ് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അത് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഒരു പക്ഷെ അതുവരെ ഒരു കാര്യം ചെയ്യട്ടെ, അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് അരുന്ധതി ഞെട്ടി. അരുന്ധതി പറഞ്ഞു, പ്രിയ നീ എന്തൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഗാഥയ്ക്ക് അവകാശപ്പെട്ട് അവൾക്ക് കൊടുക്കണം. എൻ്റെ അച്ഛൻ്റെ മകള് തന്നെ അവളെന്ന് പറയാണ്. പെട്ടെന്ന് അരുന്ധതി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടോ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. എന്തായി പറയണേ? നേരെ ഗാഥയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അരുന്ധതി. എന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഇനിയിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട വരില്ല എന്ന് പറയണേ. ഇതെന്തൊക്കെയാ പറയണേന്ന് ഓർത്ത് പിങ്കി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. കാരണം നീ മഹാദേവന്റെ മോളാന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നീ അതുകൊണ്ട് അലയേണ്ട ആവശ്യം വരുമില്ല. ചെമ്പമ്മേടില് 2 ഏക്കർ സ്ഥലവും ഒരു പുരയിടം ഉണ്ട്. അത് നിനക്ക് അവകാശപ്പെട്ട, അത് നിനക്കെടുക്കാം.
പ്രിയയ്ക്കും നിനക്കും തുല്യ അവകാശമുള്ള, ബാക്കി പ്രിയയ്ക്കും, അതിന് ബാക്കി നിനക്കും എടുക്കാം. ഇനിയിപ്പം നിനക്ക് ഒരിടത്തും അലയേണ്ട വരില്ലെന്ന് പറയാം. ഇത് കേട്ട എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അരുന്ധതി ഇത്രയും പറഞ്ഞിട്ട് അരുന്ധതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് സുജാത വന്നിട്ട് പറഞ്ഞു, നന്ദിയുണ്ടെന്ന് പറയാണ്. ഈ സമയം ഗാഥ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, സ്വത്തോ പണോ ഒന്നും വേണ്ട, എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ, എനിക്ക് അത് മാത്രം മതി എന്ന് പറയണം. സുജാത പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഒരു ഭാര്യ എന്താന്നോ അത് അങ്ങനെയൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിവാഹിതയായിരുന്നല്ലോ. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഇനി കുറ്റക്കാരിയായിട്ട് കാണില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അരുന്ധതിയുടെ കാലിലേക്ക് വീഴുവാണ്. പക്ഷെ അരുന്ധതി മാപ്പ് കൊടുത്തൊന്നും ചെയ്തില്ല. അരുന്ധതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവുക ചെയ്തേ. പെട്ടെന്ന് സുജാതയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. സുജാതയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകി. പിന്നീട് സുജാത പറഞ്ഞു, കുഴപ്പമില്ല, അവരെനിക്ക് മാപ്പ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവരുടെ കാലി വീണിട്ട് ഞാൻ ക്ഷമ ചോദിച്ചല്ലോ, അത് തന്നെ വലിയ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാ മോളെ, നമുക്കിനി ഇറങ്ങാന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന ഗാഥ സുജാത നിൽക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് നന്ദയും ഗൗതവും വരുവാണ്. നന്ദ പറഞ്ഞു, ഇപ്പൊ സന്തോഷമായല്ലോ, ഇനി ഇപ്പം ആളുടെ ഔദാര്യത്തിൽ കഴിയുണ്ടല്ലോ എന്ന് പറയാണ്. ഗാഥ പറഞ്ഞു, ശരിയാ, എനിക്കിനിയിപ്പം ഇത്രയും കാലം എനിക്ക് വല്ലാത്തൊരു സങ്കടം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊരു ലേബലായി, എനിക്ക് ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും ചോദിച്ചിട്ട് അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാം മുഖത്ത് നോക്കി എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് പറയാമല്ലോ എന്ന് പറയാം. അത് കേട്ടതും ഗൗതം പറഞ്ഞു, അതെ, ഇവിടുന്ന് പോകുവാന്നും വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരിക്കലും തിരിച്ചു കയറി വരില്ല എന്നല്ല കേട്ടോ അർത്ഥം. എപ്പോൾ വേണേലും ഇങ്ങോട്ട് വരാം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോൾ വേണേലും അങ്ങോട്ട് വരികയും ചെയ്യാന്ന് പറയണം. ഇത് കേട്ട സുജാത, നിൽക്കുക, എപ്പോൾ വേണേലും അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയെന്ന എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടാനുള്ള കാരണം. അല്ലെങ്കിൽ ഇന്നും ആ ചെമ്പമ്പേട്ടി കിടന്ന് ഞാൻ നിറയാതെ അനുഭവിച്ചാണ്. എൻ്റെ മോളും അച്ഛൻ ആരാന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേനും. നന്ദ പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് അങ്ങോട്ട് ഗാഥ വന്നിട്ട് ഗൗതമിനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ ആ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ. ഇനി ആഗ്രഹം അതെന്താ? അല്ല, എനിക്കെപ്പോഴും ഗൗതമേട്ടാന്ന് എന്നെ വിളിക്കാനും ഇഷ്ടം, എനിക്ക് എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് കാണാനും ഇഷ്ടം. ഞാൻ അങ്ങനെ കണ്ടുപോയി, എനിക്ക് ഇനി അങ്ങനെ കാണാനുള്ള ഇത് തരണം, എന്നെ അവഗണിക്കരുതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഗൗതം ചേർത്ത് പിടിക്കുകയാണ് ഗാഥേനെ. പറഞ്ഞു, എപ്പോഴും നീ എൻ്റെ കുഞ്ഞ് അനുജത്തി തന്നെയായിരിക്കും, ഞാൻ നിന്റെ ഏട്ടനും ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന മുറിയിൽ വന്നിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് അരുതി നടക്കുവാണ്. ഈ സമയത്ത് അനസൂയ അങ്ങോട്ട് കയറി വരുന്നത്. അനസൂയ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ഹാളിലേക്ക് വരായിരുന്നതിന് കാരണം എന്താണെന്നറിയോ? അവരെ ഇറക്കി വിടുന്ന കാണാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ടാ ഇപ്പം ലക്ഷ്മിയെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് സന്തോഷമായി, അവർക്ക് അവകാശപ്പെട്ട് അവർക്ക് കൊടുത്തല്ലോ, അത് മതിയെ ഏട്ടത്തി. ഈ സമയം അരുന്ധതി ഒന്നും മിണ്ടിയില്ല. എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കണം. അതെ, അവർക്ക് അവകാശപ്പെട്ട് കൊടുത്തു, പക്ഷേങ്കിൽ എൻ്റെ മനസ്സോടെ അല്ല ഞാനത് ചെയ്തതെന്ന് പറയാണ്. ഇത് കേട്ടതും അനസു ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ചേച്ചി ഒരു കാര്യം വിചാരിക്കണം, ഇതിപ്പം അവിടെ ഇരുന്ന് മഹാദേവേട്ടൻ കാണുന്നുണ്ടായിരിക്കും, മഹാദേവേട്ടൻ എന്ത് സന്തോഷമായി കാണുമായിരിക്കും അദ്ദേഹത്തിന്റെ ആത്മാവിന്. അത് കേട്ടപ്പോൾ അരുന്ധതിക്ക് ഒരു ഞെട്ടലുണ്ടായി. ആണോ, അദ്ദേഹത്തിന് സന്തോഷമായി കാണുമോ? പിന്നെ സന്തോഷമാവാതെ? ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ല വിഷമം കാണും, പക്ഷെ ഇപ്പൊ സന്തോഷമായി കാണും. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും, ഭാര്യയെന്ന് അംഗീകരിച്ചിട്ടില്ലെങ്കിലും സ്വന്തം ചോര ആവാതിരിക്കുന്നില്ല മകള്. അപ്പൊ അവർക്ക് ഇത്ര ഒരു നന്മ ചെയ്തു കൊടുത്തേല് ഏട്ടത്തിയുടെ അവർക്ക് ഇഷ്ടം കൂടത്തുള്ളൂ. അങ്ങേലോകത്താണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം കൂടുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടതും അരുന്ധതിക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് ലക്ഷ്മിയമ്മ ഒരു ചായയൊക്കെ ആയിട്ട് നേരെ അനസൂയയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം അനസൂയ പറഞ്ഞു, ഓ, ഇതുപോലത്തെ ഒരു ചായ കുടിക്കണേ ഇവിടെ വരണം, ഇത്ര നല്ലൊരു ചായ, ഈ ഏലക്കായി ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ചായ. ഇത് കേട്ടപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അരുന്ധതി ഏട്ടത്തിക്കുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കൊണ്ടേ കൊടുത്താലും പലപ്പോഴും കുറ്റം പറയുമെന്ന് പറയാം. അത് ഏട്ടത്തിയുടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ, ഇപ്പോഴും നല്ല എപ്പോഴും അങ്ങനെ തന്നെയാ. ഞങ്ങളുടെ വീട്ടിൽ 3 മക്കളുണ്ട്, എങ്കിൽ പോലും ഏട്ടത്തിന് തന്നെ ഇഷ്ടമാണ് ചെയ്യുന്നത്. ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞ് അതിനകത്തൊന്നും വ്യതിചലിക്കില്ല. ഞങ്ങളെല്ലാവരും വിളിച്ചോണ്ടിരുന്നത് ഒറ്റപ്പുരാടെന്നാ, അങ്ങനെ ഒരു പേരായിരുന്നു ഏട്ടത്തേക്ക് വീണ് കിട്ടിയിരുന്നേ. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണല്ലോ. അതൊക്കെ പുറമേ കാണിക്കുന്നല്ലേ, അകമേ ഞങ്ങൾ രണ്ടുപേരും 2 സ്വഭാവക്കാരാ. ഒരാൾ വടക്കോട്ട് പോകുമ്പോൾ ഒരാൾ തെക്കോട്ട് പോകുന്ന സ്വഭാവമാണ്. ഏട്ടത്തിയായിട്ട് അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും അടുക്കാൻ പറ്റില്ല, ആർക്കും അങ്ങനെ സ്നേഹം കൊടുക്കുന്ന സ്വഭാവമല്ല ഏട്ടത്തിക്കെന്ന് പറയാ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.